പ്രിയപ്പെട്ടവരെ, ഈ നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളിവിടെയുണ്ട്. അതുതന്നെ വലിയ കാര്യമാണ്. നിങ്ങളിത് കേൾക്കാൻ തീരുമാനിച്ചു. അത് ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വാക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല, ഇനിയൊരിക്കലും ഒറ്റയ്ക്കാകില്ല. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ഉണർന്നപ്പോൾ ഭാരം അനുഭവപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഇത് കേൾക്കുകയാണ്. ഒരുപക്ഷെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്. എവിടെയായാലും എപ്പോഴായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ മനസ്സിന് വേണ്ടിയാണ്, നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയാണ്. ഒന്നും തെളിയിക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ കേൾക്കുക, വെറുതെ ഉണ്ടായിരിക്കുക, ദൈവസാന്നിധ്യത്തിൽ വെറുതെ വിശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക, പതുക്കെ ശ്വസിക്കുക, ഉള്ളിലേക്ക് പുറത്തേക്ക്. ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും അവൻ്റെ കാരുണ്യമാണ്. ജീവിതത്തിൽ സമ്മർദ്ദങ്ങളുണ്ട്, എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നാം എല്ലാവർക്കും അറിയാം. രാവിലെ ഉണരുമ്പോൾ തന്നെ മനസ്സ് ഓടാൻ തുടങ്ങുന്നു. ഇന്ന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം തീർക്കണം, എന്തെല്ലാം നേരിടണം. ആ ഭാരം നെഞ്ചിലമരുന്നു. ജോലിസ്ഥലത്ത് സമ്മർദ്ദമുണ്ട്, അവിടെ പ്രതീക്ഷകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ഡെഡ്ലൈനുകളുണ്ട്. ചിലപ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല, ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ അംഗീകാരം കിട്ടുന്നില്ല. വീട്ടിലും സമ്മർദ്ദമുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ ആശങ്കകൾ. യാത്ര ചെയ്യുമ്പോൾ ഭയമുണ്ട്, വാർത്തകൾ കേൾക്കുമ്പോൾ ഭയമുണ്ട്, അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയമുണ്ട്. പ്രിയപ്പെട്ടവർ പുറത്തു പോകുമ്പോൾ ഭയമുണ്ട്. മനസ്സ് ശാന്തമല്ലാതെ പോകുന്നു. ചിന്തകൾ ഓടിക്കോടിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കം വരുന്നില്ല, പകൽ സമാധാനമില്ല. എപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത. ഞാൻ പരിഹാരങ്ങൾ പറയാൻ പോകുന്നില്ല, ഉപദേശങ്ങൾ നൽകാൻ പോകുന്നില്ല. പക്ഷെ ഞാനിത് പറയും. നിങ്ങളുടെ ഭാരം യഥാർത്ഥമാണ്, നിങ്ങളുടെ ഭയം യഥാർത്ഥമാണ്, നിങ്ങളുടെ അസ്വസ്ഥത യഥാർത്ഥമാണ്. അത് ദൈവത്തിനറിയാം. അവൻ കാണുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ കൂടെയുണ്ട്. ഒരു സത്യം ഓർക്കുക, ദൈവസംരക്ഷണം നിങ്ങൾ കാണാതിരുന്നാലും യഥാർത്ഥമാണ്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സംരക്ഷണമുണ്ട്. അറിയാതെ ഒഴിവാക്കപ്പെട്ട അപകടങ്ങളുണ്ട്. കാണാതെ പോയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്നും സംഭവിക്കാതെ പോകുന്നതും സംരക്ഷണമാണ്. ആ യാത്രയിൽ അപകടമുണ്ടായില്ല, ആ രോഗം വന്നില്ല, ആ പ്രശ്നമുണ്ടായില്ല. അത് സംരക്ഷണമാണ്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചതാണ്. നിങ്ങൾ കാണാത്തപ്പോഴും അവൻ കാവലായി നിന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു, വഴിയൊരുക്കുന്നു, തടസ്സങ്ങൾ മാറ്റുന്നു, അപകടങ്ങൾ ഒഴിവാക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. കടന്നുപോയ കാലത്തെ സംരക്ഷിക്കുന്നു, പഴയ തെറ്റുകളെ മറയ്ക്കുന്നു, പിറകിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ തടയുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലും കാവലായി നിൽക്കുന്നു. വലത്തും ഇടത്തും, മുകളിലും താഴെയും, എല്ലാ ദിക്കിലും അവൻ്റെ സംരക്ഷണമുണ്ട്. നിങ്ങളത് അനുഭവിക്കാതിരിക്കാം, നിങ്ങളത് കാണാതിരിക്കാം, പക്ഷേ അത് യഥാർത്ഥമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം യഥാർത്ഥമാണ്. അതിപ്പോഴും പ്രവർത്തിക്കുന്നു, ഈ നിമിഷവും പ്രവർത്തിക്കുന്നു. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തെ അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വാക്കുകൾ ഓർക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും, ചെറിയ കാര്യങ്ങളെക്കുറിച്ചും ആകുലപ്പെടരുത്, വലിയ കാര്യങ്ങളെക്കുറിച്ചും ആകുലപ്പെടരുത്. ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചും ആകുലപ്പെടരുത്, നാളത്തെ കാര്യങ്ങളെക്കുറിച്ചും ആകുലപ്പെടരുത്. പകരം എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയറിയുക, എല്ലാം അവനെ അറിയിക്കുക. ഭയങ്ങൾ പറയുക, ആശങ്കകൾ പറയുക, ആവശ്യങ്ങൾ പറയുക, സ്തോത്രത്തോടുകൂടെ പറയുക. എന്തായിരിക്കും ഫലം? ദൈവസമാധാനം വരും. അത് സാധാരണ സമാധാനമല്ലല്ല, അത് ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. മനസ്സിലാക്കാൻ കഴിയാത്ത സമാധാനം, വിശദീകരിക്കാൻ കഴിയാത്ത സമാധാനം,
പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും ഉള്ളിൽ സമാധാനം. ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാക്കും, നിങ്ങളുടെ മനസ്സിനെ കാക്കും, ക്രിസ്തുയേശുവിൽ കാക്കും. അവനിൽ സുരക്ഷിതമായിരിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന്, ഈ നിമിഷം, ഈ സാഹചര്യത്തിൽ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുക, ഭാര്യയെക്കുറിച്ച് ഓർക്കുക, ഭർത്താവിനെക്കുറിച്ച് ഓർക്കുക, മക്കളെക്കുറിച്ച് ഓർക്കുക, മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക, സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുക, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുക. അവരെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കകളുണ്ട്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ സുരക്ഷയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ തീരുമാനങ്ങളെക്കുറിച്ച്. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ആശങ്കയുണ്ട്. അവർ വളരുമ്പോൾ ആശങ്കയുണ്ട്. അവർ തെറ്റായ വഴികളിൽ പോകുമോ എന്ന് ഭയമുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിയുമോ എന്ന് ചിന്തയുണ്ട്. ജോലിസ്ഥലത്തെക്കുറിച്ച് ഓർക്കുക. അവിടുത്തെ സമ്മർദ്ദങ്ങൾ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ വെല്ലുവിളികൾ. ജോലി നഷ്ടമാകുമോ എന്ന ഭയം, മതിയായ വരുമാനമുണ്ടാകുമോ എന്ന ചിന്ത. യാത്ര ചെയ്യുമ്പോൾ വാർത്തകൾ ഓർമ്മ വരുന്നു. അപകടങ്ങളുടെ വാർത്തകൾ, അക്രമങ്ങളുടെ വാർത്തകൾ, പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകൾ. ഭയം മനസ്സിൽ കയറുന്നു. ഈ എല്ലാ ആശങ്കകളും ദൈവത്തിനറിയാം. അവൻ കാണുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ കരുതുന്നു, അവൻ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ അവൻ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവൻ കാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അവൻ നയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു. എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളോടെ വരുന്നു. എൻ്റെ മനസ്സിലെ ആശങ്കകളോടെ വരുന്നു. എൻ്റെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളോടെ വരുന്നു. നീ എന്നെ സ്വീകരിക്കുന്നു. നീ എന്നെ മനസ്സിലാക്കുന്നു. കർത്താവെ, എൻ്റെ ഹൃദയം ശാന്തമാക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ നിർത്തുക. അസ്വസ്ഥമായ മനസ്സിനെ സമാധാനപ്പെടുത്തുക. ഭയപ്പെടുന്ന ആത്മാവിനെ ആശ്വസിപ്പിക്കുക. നിന്റെ സമാധാനം എന്നിൽ നിറയ്ക്കുക. നീ എൻ്റെ കൂടെയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. നീ എന്നെ സംരക്ഷിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. നീ എന്നെ നയിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ. അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. അവരുടെ യാത്രകളിൽ കാവലായിരിക്കുക. അവരുടെ തീരുമാനങ്ങളിൽ ജ്ഞാനം നൽകുക. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കു വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവർക്കു വേണ്ടി, അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്കു വേണ്ടിയും. കർത്താവെ, ഇപ്പോൾ ഞാൻ സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് സംഭവിക്കാതെ പോയ അപകടങ്ങൾക്ക് നന്ദി. ഒഴിവാക്കപ്പെട്ട ദുരന്തങ്ങൾക്ക് നന്ദി. തടയപ്പെട്ട രോഗങ്ങൾക്ക് നന്ദി. ആ യാത്രയിലൊന്നും സംഭവിച്ചില്ല, അതിന് നന്ദി. ആ സാഹചര്യത്തിൽ കാര്യങ്ങൾ മോശമായില്ല, അതിന് നന്ദി. ഞാൻ കാണാത്ത സംരക്ഷണത്തിന് നന്ദി. ഞാൻ അറിയാത്ത കരുതലിന് നന്ദി. നിന്റെ സ്നേഹത്തിന് നന്ദി. നിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാൻ കഴിയാത്ത ഭയങ്ങൾ നിന്റെ മുന്നിൽ വയ്ക്കുന്നു. എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആശങ്കകളുണ്ട്. കാരണം പറയാൻ കഴിയാത്ത ഭയങ്ങളുണ്ട്. ഉള്ളിലെവിടെയോ ഒരു അസ്വസ്ഥതയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. ആ ഭയങ്ങളെ നീ സ്പർശിക്കുക. ആ ആശങ്കകളെ നീ ശാന്തമാക്കുക. ആ അസ്വസ്ഥതയെ നീ സമാധാനമാക്കുക. നിന്റെ സ്നേഹം എന്നെ പൊതിയുക. നിന്റെ കാരുണ്യം എന്നെ താങ്ങുക. ഞാൻ മനസ്സിലാക്കാത്തത് നീ മനസ്സിലാക്കുന്നു. ഞാൻ കാണാത്തത് നീ കാണുന്നു. ഞാൻ അറിയാത്തത് നീ അറിയുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവെ, നിന്റെ സമാധാനം എൻ്റെ ഹൃദയത്തെ കാക്കുക. ബുദ്ധിയെ കവിയുന്ന സമാധാനം, മനസ്സിലാക്കാൻ കഴിയാത്ത സമാധാനം, പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും ഉള്ളിലുള്ള സമാധാനം. ആ സമാധാനം എനിക്ക് നൽകുക. എൻ്റെ ഹൃദയത്തെ നീ കാക്കുക. എൻ്റെ മനസ്സിനെ നീ സംരക്ഷിക്കുക. ക്രിസ്തുയേശുവിൽ എന്നെ സുരക്ഷിതമാക്കുക. ഞാൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുന്നില്ല. ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്രമിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്വസിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് വീണ്ടും കേൾക്കുക.
ദിവസം തുടങ്ങുമ്പോൾ കേൾക്കുക, ജോലി ചെയ്യുമ്പോൾ കേൾക്കുക, രാത്രി ഉറങ്ങുമ്പോൾ കേൾക്കുക. എപ്പോൾ സമാധാനം ആവശ്യമാണോ അപ്പോൾ കേൾക്കുക. ഈ ചാനലിൽ തുടരുക. കൂടുതൽ പ്രാർത്ഥനകളുണ്ട്, കൂടുതൽ ആശ്വാസമുണ്ട്, കൂടുതൽ സമാധാനമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ പൊതിയട്ടെ. നിങ്ങളുടെ ഹൃദയം ശാന്തമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലായിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് വിശ്രമിക്കട്ടെ. ഭയം മാറിപ്പോകട്ടെ. ആശങ്ക ഇല്ലാതാകട്ടെ. സമ്മർദ്ദം കുറയട്ടെ. സമാധാനം നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കാക്കട്ടെ. ദൈവം തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമാകട്ടെ. നിങ്ങളുടെ ഭാവി പ്രകാശമാനമാകട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. ഓരോ നിമിഷവും അവൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഓരോ ചുവടിലും അവൻ്റെ നടത്തിപ്പുണ്ടാകട്ടെ. സമാധാനത്തോടെ പോകുക. സമാധാനത്തോടെ ജീവിക്കുക. സമാധാനത്തോടെ ഉറങ്ങുക. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ സംരക്ഷിതരാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.